ഈ വരുന്നത് ഹിജറ 1447. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് അപ്പൊ എത്രയാവും? 1500. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് ഈ വരുന്ന റബീഉൽ അവ്വൽ 12. നമുക്ക് നല്ലതുപോലെ കൊണ്ടാടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ മീലാദ്, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ മദ്ഹ് ചെയ്യാനുള്ള കാലമായി നമ്മൾ എടുക്കണം. അവിടുത്തെ ചരിത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയാവണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 10 വർഷം മുമ്പ് കൊല്ലം പള്ളിമുക്കിൽ ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥാപനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൊല്ലം ഖാദിസിയയ്ക്ക് കീഴിൽ. അവിടെ വേറൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാനുള്ള 3000ത്തോളം വാള്യം ഗ്രന്ഥങ്ങളുണ്ട്. സഖാഫികൾ, സഅദികൾ, അഹ്സനികൾ തുടങ്ങി ബിരുദമെടുത്തവർക്ക് ഒരു കൊല്ലം തഖസ്സുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രം പഠിക്കാനുള്ള ഒരു കോഴ്സ് ഉണ്ട്. അറബി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയുള്ള ഭാഷകളിലായിട്ട് ഏതാണ്ട് 2 ഡസനിലേറെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 1034 ദിവസം കൊണ്ട് നിങ്ങളുടെ പലരുടെയും കൈകളിൽ എത്തുന്നുണ്ടാവും. ഞങ്ങൾ ഒരു ട്വീറ്റ് എഴുതുന്നുണ്ട്, ഒരു കുറിപ്പ്. 1034 ദിവസം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ആ കുറിപ്പുകൾ വരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 1050ഓളം ദിവസമായി എഴുതിക്കൊണ്ടിരിക്കുന്ന കുറിപ്പുകൾ ഗ്രന്ഥമായി ഇറങ്ങും ഇൻഷാ അല്ലാഹ്. ഒരു 10 വാള്യം മലയാള പുസ്തകമായിട്ട് വരുന്ന റബീഉൽ അവ്വലിൽ ഇറങ്ങും. 5 വാള്യം മലയാളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 3 വാള്യം ഇംഗ്ലീഷ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ 10 വാള്യങ്ങൾ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മളെല്ലാവരും അതിനെ കൊണ്ടാടണം. ഇതാരെഴുതി, ആര് കൊണ്ടുവന്നു എന്നുള്ളതല്ല, എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്, അവിടുത്തെ അപദാനങ്ങളാണ്. നമ്മൾ എഴുതി എന്ന് പറഞ്ഞാൽ നമ്മളെ വകയൊന്നും അതിലില്ല. ഇമാമിയങ്ങൾ എഴുതിയത് പകർത്തുക എന്നുള്ള പണി നമുക്കുള്ളൂ, അത് പ്രചരിപ്പിക്കുക എന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വരുന്ന റബീഉൽ അവ്വൽ ഇരട്ടി ആഘോഷത്തിന്റെ റബീഉൽ അവ്വലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ 1500 കൊല്ലം മുമ്പ് അറബ് നാട്ടിൽ ആമിന ഉമ്മയുടെ പൊന്നുമോനായി ജനിച്ചതാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനായി പിറന്നതാണ്. ഖുലിഖതി ആമിനതൻ വളഅതി അമീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറയാനും കേൾക്കാനുമുള്ള മാസമാണ്. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാനെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. കടന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ്.